നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ശ്രുതിയെ സമാധാനിപ്പിക്കുകയാണ്. ശ്രുതി പോട്ടെ, ശ്രുതി അങ്ങനെയൊക്കെ സംഭവിക്കും നമ്മൾ ആരും വിചാരിച്ചില്ലല്ലോ. എന്നാലും എനിക്ക് ജീവനോടെ നിന്റെ അച്ഛനെ ഒന്നും കാണാൻ പറ്റിയില്ലോ എന്നൊക്കെ പറഞ്ഞ് ശ്രുതിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു, എന്റെ അച്ഛനാ മരിച്ചുപോയത്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചല്ല ശ്രുതി ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചോ. അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ അച്ഛനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരണം, പിന്നെ നമുക്ക് മലേഷ്യക്ക് പോകണം എന്നൊക്കെ ഒത്തിരി സന്തോഷത്തോടെ ഞാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളാ. എല്ലാം ഒരു നിമിഷം കൊണ്ട് തകർത്ത് കളഞ്ഞില്ലേ. ആ ദുഷ്ടന്മാര് എന്റെ അച്ഛനെ കൊന്നു കളഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതി പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിനൊന്നും ചെയ്യാൻ പറ്റില്ലോ. ജീവനോട് ഒന്ന് കാണാൻ പോലും പറ്റില്ലല്ലോ. ഒരു പക്ഷെ ബോഡിയെങ്കിലും കിട്ടുമായിരുന്നെങ്കിൽ നമുക്കൊന്ന് കാണായിരുന്നു. നിനക്ക് കർമ്മങ്ങളെങ്കിലും ചെയ്യാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ശ്രുതി പറഞ്ഞു, അതെ, എനിക്ക് കർമ്മങ്ങൾ പോലും ചെയ്യാനായിട്ട് ഇത്തിരി ബോഡിയുടെ ഒരവശിഷ്ടങ്ങൾ പോലും അവർ ബാക്കി വെച്ചില്ലോ. അല്ല ശ്രുതി, ഇനിയിപ്പം നിനക്ക് വല്ല പ്രശ്നം ഉണ്ടാകോ? നിന്റെ ഇളയച്ചൻ പറഞ്ഞ പോലെ നിനക്ക് വല്ല ആപത്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു. അങ്ങനെയൊന്നും എനിക്ക് പേടിയില്ല. എന്റെ അച്ഛനെ കൊന്നവന്മാർ ഇങ്ങോട്ടേക്ക് വരട്ടെ, എന്നെ തീർക്കാൻ വരട്ടെ, ഞാൻ അവന്മാരെ കാണിച്ചു കൊടുക്കും എന്നൊക്കെ ശ്രുതി പറഞ്ഞു. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, സങ്കടപ്പെടണ്ട, നീ വിഷമിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. ശ്രുതിയുടെ മടിയിലേക്ക് തല വെച്ച് കിടക്കുക ശ്രുതി. പിന്നീട് ശ്രുതി പറഞ്ഞു, അതെ, ഇന്നിങ്ങനൊരു വല്ലാത്തൊരു വാർത്ത കേട്ട ദിവസമല്ലേ, ഒരു കാര്യം ചെയ്യാം, ഇന്ന് ഷോപ്പ് അടച്ചിടാം, ഷോപ്പിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രുതി വെച്ചു, ഷോപ്പ് അടച്ചിടാന്നോ? എന്തിനാ ഷോപ്പ് അടച്ചിടുന്നേ? അതിന്റെ ആവശ്യമൊന്നും ഇല്ല. അല്ല, അതെങ്ങനെയാ? നിന്റെ അച്ഛൻ മരിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഷോപ്പ് തുറന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാർ എന്ത് വിചാരിക്കും? അതെ ശ്രുതി, ഒരു കാര്യം വിചാരിക്കണം. എൻ്റെ അച്ഛനൊരു ബിസിനസ്മാനായിരുന്നു. അച്ഛൻ എപ്പോഴും പറയായിരുന്നു, ഒരു നിമിഷം പോലും വെറുതെ കളയരുത് ഒരു ബിസിനസ്മാന്. ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ട സമയമാണ്. അത് കടന്നു പോയിട്ടുണ്ട്, പിന്നെ നമുക്ക് തിരികെ കിട്ടില്ല എന്ന്. അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് കടയൊക്കെ അടച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ ആത്മാവിന് പോലും സ്വസ്ഥത കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ശ്രുതി പോയി കട തുറക്കണമെന്ന് പറഞ്ഞു. ശ്രുതി അതിവിദഗ്ധമായിട്ടാണ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പം ശ്രുതി പറഞ്ഞു, ശരി എന്നാൽ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശ്രുതിക്ക് ഒരു കോൾ വന്നു. ശ്രുതി കോൾ കൊടുത്തണം കൂടെ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോഴത്തേനും മീരയെ വിളിച്ച് ശ്രുതി. മീര വെച്ച് എന്തായാലും കാര്യങ്ങളൊക്കെ എല്ലാം ഓക്കെ ആയോ? പിന്നെ അല്ലാതെ, ബീരാൻ വന്ന എല്ലാ കാര്യങ്ങളും സെറ്റ് ആക്കിയിട്ട് പോയിട്ടുണ്ട്. ഇനി ആ ഒരു കാര്യത്തിൽ പേടി വേണ്ടാന്ന് പറഞ്ഞു. അല്ല, നിന്റെ വീട്ടുകാരൊക്കെ അവിടുത്തെ വിശ്വസിച്ചോ? അവരെല്ലാം പൊട്ടന്മാരാണെന്ന് ചോദിച്ചു. ദേ മിണ്ടര് നീയ, എങ്ങനെയാ ഞാൻ ഇന്ന് രക്ഷപ്പെട്ടെ എന്നുള്ള കാര്യം എനിക്കേ അറിയുള്ളൂ. തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു, എന്നാൽ നിന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു കേട്ടോ. ഇത്രയും കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കാനായിട്ട് നിന്നെ കൊണ്ടല്ലാതെ വേറെ ആരെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു. എങ്ങനെ സാധിക്കും നിനക്ക് എന്ന് ചോദിച്ചു. അതെ, അതൊക്കെ എന്റെ കഴിവാടി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളും കൂടി ഇല്ലായിരുന്നു എന്തായാലും. എപ്പോഴാ ഈ കള്ളത്തരം പിടികൂടുന്നതെന്ന് അറിയില്ല. സച്ചിക്കും രേവതിക്കൊക്കെ എന്തെങ്കിലും സംശയം വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ സർവ്വ കള്ളത്തരങ്ങളും പൊളിഞ്ഞു പോകുന്നു പറഞ്ഞു. നീ നിന്റെ കരുനാക്ക് വളയ്ക്കാതൊന്നും മിണ്ടാതിരിക്കുക എന്നൊക്കെ പറഞ്ഞു വേണം. കുറച്ച് സമയം സംസാരിച്ചിരുന്ന് കോള് കട്ട് ചെയ്തു ശ്രുതി. അതേ സമയത്ത് സച്ചിക്ക് നല്ല സംശയമുണ്ട്. എന്തോ എവിടെ ഒരു പ്രശ്നമുള്ള പോലെ. ഒരു കാരണവശാലും ഇങ്ങനെ സംഭവിക്കാൻ വഴിയുള്ളതല്ല. സച്ചിയുടെ സംശയം കേട്ട് ഇനിയിപ്പോൾ രേവതി പറഞ്ഞു, സച്ചേട്ടാ, ശ്രുതിയുടെ അച്ഛനെ മരിച്ചുപോയത് നമ്മൾ ആ സമയത്ത് ഇങ്ങനെ സംശയിച്ചു കൂടാന്ന് പറഞ്ഞു. പാവം, ശ്രുതിക്ക് എത്രമാത്രം വിഷമം കാണും. എൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എത്ര വേദന ഉണ്ടായെന്നറിയാവോ? അതുപോലെ തന്നെയായിരിക്കും ശ്രുതിക്കും നല്ല വിഷമം ഉണ്ടായി കാണുമെന്ന് പറഞ്ഞു. എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കേ, പോലീസ് ലോക്കപ്പിൽ കിടന്ന് മർദ്ദനമേറ്റിട്ടാണോ? അങ്ങനെയൊന്നുമല്ല, ജയിലിൽ കിടന്നല്ലേ മരിച്ചെന്ന് പറഞ്ഞേ. ജയിലിൽ അപ്പം എങ്ങനെയായിരിക്കും? ആ ഗുണ്ടകള് തീർത്തെന്നൊക്കെയാ പറയണേ. എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അല്ലേലും അങ്ങനെ തീർത്ത പോലും ബോഡിയെങ്കിലും കൊടുക്കണ്ടല്ലേ. ഇത് ബോഡിയും കൊടുത്തിട്ടില്ല. ഇനി പറ്റിക്കുന്നതാണോന്ന് ചോദിച്ചു. അങ്ങനെയൊക്കെ ചെയ്യുമോ സച്ചേട്ടാ? ഒരു കാര്യം നീ കരുതിക്കോ രേവതി, എങ്ങാനും ഇതിപ്പോ പൗഡർ എടുത്ത് കള്ളവ പറയുന്നെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോ, ഇതിനേക്കാളും വലിയ എന്തോ കള്ളത്തരം മറയ്ക്കാനായിട്ടാ അവരിതൊക്കെ പറയണേ. കാരണം അവർക്ക് അവരുടെ അച്ഛനേക്കാളും പ്രധാനമായിട്ട്, അച്ഛൻ മരിച്ചെന്നൊക്കെ ഇനി കള്ളത്തരം പറയുന്നതാണെങ്കിൽ അതിനേക്കാളും വലിയ എന്തോ ഒരു കാര്യം മറയ്ക്കാനുണ്ട് പാർലടുത്തേക്ക്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയണേ. ആ ഒരു കാര്യത്തിൽ ഒരു സംശയമില്ലെന്ന് പറഞ്ഞു. രേവതി പറഞ്ഞു, അങ്ങനെയൊക്കെ ഒരാൾ ചെയ്യുവോ പറയുവോ? സ്വന്തം അച്ഛൻ മരിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതും ഇങ്ങനെ ബാക്കി എല്ലാവരോടും പറഞ്ഞു. പറയാൻ പറ്റില്ല, കാലത്തിന്റെ പോക്ക് അതുപോലെയാ. ഏതൊക്കെ രീതിയിൽ വേണേലും ആൾക്കാർ പെരുമാറും, നമ്മൾ വിശ്വസിക്കും. പക്ഷെ അങ്ങനെയൊന്നും ആയിരിക്കില്ല കാര്യങ്ങൾ. അതുകൊണ്ട് ആരെ കണ്ണടച്ച് വിശ്വസിക്കണ്ടെന്നൊക്കെ രേവതിയോട് പറഞ്ഞു. രേവതിക്കും ഒരു സംശയം ഉണ്ടായി, ഇനിയിപ്പം സച്ചേട്ടൻ പറഞ്ഞ് ശരിയാണോ എന്നൊക്കെ ഒരു ചിന്ത മനസ്സിലേക്കും വന്നു. കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പത്തിനും ഭാമയെ കാണാനായിട്ട് ചന്ദ്രമതി എന്നു. അങ്ങനെ ഭാമയുടെ വീട് ചെന്നിട്ടാണ് ചന്ദ്രമതി കാര്യങ്ങളൊക്കെ പറയണേ. ശ്രുതിയുടെ അച്ഛൻ മരിച്ചുപോയി. ശ്രുതിക്ക് ഭയങ്കര വിഷമ, സങ്കടം സഹിക്കാൻ പറ്റുന്നില്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ ഭാമ പറഞ്ഞു, അയ്യോ എന്നിട്ടോ നിങ്ങൾ ആരും കാണാൻ പോകുന്നില്ലേ ചന്ദ്രെ? എങ്ങനെ കാണാൻ പോകാനാന്ന് പറ.
ശ്രുതിക്ക് കാണാൻ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ജയിലിൽ വെച്ച് ശത്രുക്കൾ തീർത്ത് കളഞ്ഞ ബോഡി പോലും വിട്ടുകൊടുത്തില്ല, ബോഡി പോലും കത്തിച്ചു കളഞ്ഞു. ഇനിയിപ്പോൾ അവിടേക്ക് പോയിട്ടും കാര്യമില്ലോ. അല്ല അപ്പോൾ ഇനി എന്ത് ചെയ്യും? സ്വത്തുക്കളൊക്കെയോ? അതിന്റെ കാര്യത്തിൽ എന്താണ് അധികം വൈകാതെ തീരുമാനം ഉണ്ടാവും. കേസും കോടതിയൊക്കെ ആയി കഴിയുമ്പോൾ ശ്രുതി ഒറ്റ മോളല്ലേ, ശ്രുതിക്ക് തന്നെ കിട്ടത്തുള്ളൂ. അല്ല അയാൾ വേറെ കല്യാണം കഴിച്ചാന്നല്ലേ പറഞ്ഞ്. അപ്പോഴോ? അതൊന്നും പ്രശ്നമില്ല, മോൾക്കല്ലേ സ്വത്തിന് അവകാശം, അതുകൊണ്ട് മോൾക്ക് തന്നെ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ശ്രുതിയുടെ വല്യച്ഛൻ വന്നിട്ട് ഇളയച്ചൻ വന്നിട്ട് പറഞ്ഞെന്ന് പറഞ്ഞു. ഇളയച്ചൻ വന്നോ? അതെ, ഇളയച്ചൻ വന്നിട്ടുണ്ടായിരുന്നു. ഇളയച്ചനാ വന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ്. അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റിയില്ല. ശ്രുതി ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും കരഞ്ഞ് തളർന്ന് ബോധം കിട്ടുപോയെന്നൊക്കെ പറഞ്ഞു. ഭയങ്കര സെന്റിമെന്റ്സോട് കൂടിയിട്ടാ കാര്യങ്ങൾ പറയണേ. പാവം പറഞ്ഞു, പാവ ആ കൊച്ചിന്റെ ഒരു വിധിയെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അച്ഛൻ ജയിലിൽ പോയി, അതിനെ ഒന്ന് പോയി കാണാൻ പോലും പറ്റിയില്ല, അപ്പോഴാണ്ട് മരിച്ചെന്നും പറഞ്ഞുകൊണ്ട് എങ്ങനെ സഹിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ചന്ദ്രമതി പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ആശ്വസിപ്പിച്ചിട്ടാ പോന്നിരിക്കുന്നത്, ഇനിയിപ്പം എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല എന്ന് പറഞ്ഞു. ഈ സമയത്ത് അവിടേക്ക് ഹേമ വരുന്നത്. അപ്പം ഹേമ ചന്ദ്രമതിയുടെ ഡാൻസ് ക്ലാസ് ഒക്കെ ആണെന്ന് അറിഞ്ഞിട്ട് ചന്ദ്രമതിയുടെ കയ്യിലെടുക്കാനൊന്നും വരുന്നായിരുന്നു. രേവതിയുടെ അമ്മായിമ്മയല്ലേ, അപ്പൊ കാര്യമുണ്ട്, അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ ഹേമ വന്നിട്ട് ഡാൻസ് ക്ലാസ് ഒക്കെ ഇവിടെ ഇല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഭാമ ഞാൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ആർക്കാന്ന് ചോദിച്ചു. അതെ, എനിക്ക് ഡാൻസ് പഠിക്കാനെന്ന് പറഞ്ഞു. ചന്ദ്രമതി ഞെട്ടിപ്പോയി. നിങ്ങൾക്ക് ഡാൻസ് പഠിക്കാനോ? അതെ, എനിക്ക് അത്യാവശ്യം ഡാൻസ് ഒക്കെ അറിയാം, എന്നാലും കുറെ നാളായി ഡാൻസ് ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട്, അപ്പൊ അതിനുവേണ്ടി വന്നാന്ന് പറഞ്ഞു. പക്ഷെ ചന്ദ്രമതിക്ക് അത്ര വിശ്വാസം വന്നില്ല. അപ്പോഴേക്ക് ഹേമ ഡാൻസ് 2 സ്റ്റെപ്പ് വെച്ച് കാണിക്കുകയാണ്. എങ്ങനെയുണ്ട്? എനിക്ക് ഇതൊക്കെ ഒന്നുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്യണമെന്നുണ്ട്, അപ്പൊ അതുകൊണ്ട് ഞാൻ വന്നാന്ന് പറഞ്ഞു. പിന്നെ കുറെ സമയം സംസാരിക്കുന്നുണ്ട് അവര് തമ്മിൽ. ഹേമന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ചന്ദ്രമതിക്ക്. പിന്നീട് സംസാരിക്കുന്ന സമയത്ത് ഹേമ ചോദിച്ചു, രേവതിയുടെ അമ്മയല്ലേന്ന് ചോദിച്ചു. രേവതിന്റെ പേര് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ ചന്ദ്രമതിക്ക് ദേഷ്യമായി. രേവതിയുടെ അമ്മയോ? എന്റെ മരുമകൾ അവളെന്ന് പറഞ്ഞു. എന്താണെങ്കിലും ഒന്ന് തന്നെ അല്ലേന്ന് ചോദിച്ചു. അല്ല എന്തിനിപ്പോ അവളുടെ പേര് പറയണേ? എനിക്ക് രേവതി അറിയാന്നൊക്കെ പറഞ്ഞു. അവളെയോ? ദേ ബാമേ, നിനക്കറിയാലോ, അവളുടെ പേര് കേൾക്കുന്ന പോലും എനിക്ക് ഇഷ്ടമില്ല. നിങ്ങൾക്ക് വേറൊന്നും ആരെക്കുറിച്ചും പറയാനെന്തില്ലെന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ട് ചന്ദ്രമതി അങ്ങോട്ട് കയറിപ്പോയപ്പം ബാമ പറഞ്ഞു, അതെ, ചന്ദ്രമതിക്ക് മരുമോളോട് അത്ര താല്പര്യമില്ല, അതുകൊണ്ടാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ഹേമയ്ക്കൊരു സന്തോഷമായി. കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ അവൾക്കിട്ട് പണി കൊടുക്കാൻ എളുപ്പ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു ഹേമയുടെ മനസ്സിലുണ്ടായിരുന്നേ. അങ്ങനെ രാത്രിയായി. ഈ സമയത്ത് ശ്രുതിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നീട് ശ്രുതി മീരയും ബീരാനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മീര പറഞ്ഞു, ഗംഭീര പ്രകടനം തന്നെയായിരിക്കില്ലേ ബീരാനൊക്കെ കാഴ്ച വെച്ച്. പിന്നെ ആണോന്നോ, അവിടെ ഒന്നൊന്ന് കാണേണ്ട കാഴ്ചയായിരുന്നു. ഈ കാര്യം ഉറപ്പായി. നിങ്ങൾക്ക് സിനിമയിൽ പോയിട്ടുണ്ട്, ചാൻസ് കിട്ടുമെന്നുള്ള കാര്യം. പക്ഷെ ഇടയ്ക്കൊന്ന് പണി പാളി പോയിട്ടുണ്ടായിരുന്നു, അപ്പൊ പിന്നെ ഞാനിത് മെയിൻറ്റെയിൻ ചെയ്തെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ബീരാൻ പറഞ്ഞു, എന്നെക്കുറിച്ച് പിന്നെ നിങ്ങൾ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കണേ? ഞാൻ ഒന്നാം തന്നെ ഒരു ആർട്ടിസ്റ്റാന്ന് പറഞ്ഞു. ഇപ്പം മനസ്സിലായി കാണുമല്ലോ. അത് കേട്ടപ്പം മീര ചോദിച്ചു, അല്ല അവർക്കിനിയിപ്പോൾ ഒരു സംശയമൊന്നും വന്നില്ലല്ലോ അല്ലേ? സച്ചിയുടെ രേവതിയുടെ കാര്യം അറിയാലോ, എങ്ങാനും പിടിക്കപ്പെട്ടുണ്ടെങ്കിൽ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരുമെന്ന് പറഞ്ഞു. ആ സമയം ശ്രുതി പറഞ്ഞു, എവിടെ നിന്ന് ആര് കണ്ടുപിടിക്കാനായിട്ട്? ഒരിക്കലും കണ്ടുപിടിക്കാനൊന്നും പോകുന്നൊന്നുമില്ല. എന്റെ അച്ഛൻ മലേഷ്യ കൊല്ലപ്പെട്ടെന്ന് വിചാരിച്ചുകൊണ്ട് അവരൊക്കെ ഇരിക്കണേന്ന് പറഞ്ഞു. അപ്പോഴേക്കും രേവതി അങ്ങോട്ടേക്ക് വരുന്നേ. രേവതി ആ സമയത്ത് അങ്ങോട്ട് വരുന്ന അവരാരും പ്രതീക്ഷയല്ല. രേവതിയെ കണ്ടു കഴിഞ്ഞപ്പം ശ്രുതി മീരയൊക്കെ ഞെട്ടിപ്പോയി. രേവതി അകത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഓഹോ, അപ്പൊ ഇതായിരുന്ന കാര്യമല്ലേ? എല്ലാരും പറഞ്ഞു പറ്റിച്ചിട്ടിരിക്കുവായിരുന്നല്ലേ? എന്നാൽ ശ്രുതി, നിനക്ക് എങ്ങനെ തോന്നുന്നു ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? സ്വന്തം അച്ഛൻ മരിച്ചു പോയെന്ന് പറഞ്ഞ് കള്ളത്തരം പറഞ്ഞിട്ട്. അപ്പം ഇയാൾ ആരാന്ന് ചോദിച്ചു. ആ സമയത്ത് ആകെപ്പാട് ടെൻഷനായിപ്പോയി മീരയ്ക്കും. കാരണം മീര ശ്രുതിയും കൂടെ ചേർന്ന് എല്ലാവരും കൂടെ ചേർന്നിട്ട് നാടകം കളിച്ചാന്നുള്ള കാര്യം രേവതിക്ക് മനസ്സിലായെന്ന് അവർക്ക് മനസ്സിലായി. പീരാന്റെ യഥാർത്ഥ രൂപം അപ്പോഴാണ് കാണുന്നത്. അപ്പോഴേക്കും പീരാൻ പറഞ്ഞു, അയ്യോ എന്നെ വെറുതെ വിട്ടേക്ക്, ഞാൻ വെറും ഒരു ഇറച്ചി വീട്ടുകാരൻ മാത്രമാണ്. അതെ, ഈ ശ്രുതി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു നാടകം കളിച്ച്. ഞാൻ ആരുടെ ഇളയച്ചനും അല്ല, ഒന്നുമല്ല. എൻ്റെ ഉള്ള പണി കളയിക്കരുത്, എനിക്ക് ഒരു പ്രശ്നം ഉണ്ടാവരുത്, എന്നെ വെറുതെ വിട്ടേക്കാൻ പറഞ്ഞുകൊണ്ട് ബീരാൻ അപ്പം തന്നെ അവിടെ നിന്ന് പോകണം. അപ്പോഴേക്കും രേവതി നേരെ അവർക്ക് നേരെ തിരിഞ്ഞു. എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല ശ്രുതി, ഞങ്ങളെ പറ്റിച്ച് പോട്ടെ, പക്ഷെ ആ പാവം പിടിച്ച് അമ്മയെ പറ്റിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? എത്രമാത്രം വിശ്വസിച്ച് കൂടെ കൊണ്ടുവരുന്ന, എന്നിട്ടോ ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല. ഇതങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ എല്ലാവരുടെയും പറയുന്നു പറഞ്ഞിട്ട് രേവതി പെട്ടെന്ന് അവിടെ നിന്ന് കൂടെ ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും ശ്രുതി പോയി തടഞ്ഞിട്ട് കഥവും കൂടെ കുറ്റിയിടുവാണ്. അങ്ങനെ അങ്ങോട്ട് പോകാൻ വരട്ടെ, പ്ലീസ് രേവതി, നീ ആരോടും ഇതിനെക്കുറിച്ചൊന്നും പറയില്ലെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറയാതിരിക്കണമല്ലേ? ഇത്രയും വലിയ കള്ളത്തരം കാണിച്ച പിന്നെ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശ്രുതിയുടെ ഭാവമൊക്കെ അവിടെ മാറി. അങ്ങനെയാണ് നീ ഒന്ന് പറയുന്നൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയെ പിടിച്ചൊരു തള്ളുവാണ്. ചോണേണ്ട, നീ പറയടി, ഞാൻ കള്ളത്തരം തന്നെയാ കാണിച്ചേ, ഇനി ഞാൻ കാണിക്കും, എങ്ങാനും നീ പറയാൻ പോയിട്ടുണ്ട് നിന്നെ വെറുതെ വെച്ചേക്കില്ലെന്ന് പറഞ്ഞു. രേവതി ഓഹോ, അപ്പൊ അത്രയ്ക്ക് അഹങ്കാരം അല്ലേന്ന് ചോദിച്ചു. അതെ,
അഹങ്കാരം തന്നെയടി, നിന്നെ ഞാൻ കാണിച്ചു തരാം. അപ്പോഴേക്കും രേവതി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിനക്കിട്ടുള്ള പണി ഞാൻ തരാമെന്നും പറഞ്ഞുകൊണ്ട് രേവതി കഥ തുറക്കാൻ പോകാൻ തുടങ്ങുമ്പോഴത്തേനും ശ്രുതി ഓടിപ്പോയി അവിടെ നിന്നൊരു കത്തി എടുത്തുകൊണ്ട് വന്ന് രേവതിയുടെ കഴുത്തിന് വെക്കൂടെ. എന്തേ എങ്ങാനും പറഞ്ഞ് നിന്നെ ഇവിടെ ഇട്ട് ഞാൻ തീർക്കുമെന്ന് പറഞ്ഞു. രേവതിയുടെ അടുത്ത അഭ്യാസം. രേവതി പെട്ടെന്ന് തിരിഞ്ഞു എന്നിട്ട് ആ കത്തി അങ്ങോട്ട് മേടിച്ചു അവളുടെ കഴുത്തിന് വെച്ചു. ദേ എൻ്റെ അടുത്ത് അഭ്യാസം കാണിക്കരുത്. മീര ഞെട്ടിപ്പോയി. മീര പറഞ്ഞു, രേവതി മിണ്ടരുത്, മാറി നിൽക്കാൻ പറഞ്ഞു. എങ്ങാനും ദേ മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിലുണ്ടല്ലോ നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലടി. നീ എൻ്റെ കഴുത്തിന് കത്തി വെക്കാറായേ അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രേവതിക്ക് ഭ്രാന്ത് ഇളകിയതുപോലെയായിരുന്നു. അപ്പോഴേക്കും ശ്രുതി കൈയും കാലിട്ട് അടിക്കുവാണ്. എന്നെ ഒന്നും ചെയ്യരുതെന്നും പറഞ്ഞുകൊണ്ട്. പക്ഷെ അത് സ്വപ്നം കണ്ടതായിരുന്നു. തീരാൻ വരുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ. കൈയും കാലും ഇട്ടടിച്ച് എന്നെ കൊല്ലല്ലേ എന്ന് പറഞ്ഞിട്ട് അലറി വിളിച്ച് കരയുമ്പോഴത്തേനും ശ്രുതി ചോദിച്ചു, എന്താ ശ്രുതി എന്ന് ചോദിച്ചു. പക്ഷെ ശ്രുതി അതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഒരു കുറെ തവണ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനുമാണ് ശ്രുതി സ്വഭാവത്തിലേക്ക് വരുന്നത്. ശ്രുതി ചോദിച്ചു, നീ എന്താ കൊല്ലല്ലേ എന്നൊക്കെ പിടിച്ച് അലർന്നു കേട്ടെ. അല്ല അത് പിന്നെ ഞാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. ഒന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാൻ പറ്റില്ലല്ലോ. അപ്പം അതിൻ്റെ കഥകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.